ഹായ് എവ്രി വൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ഫ്രൈ ആണ്. ഇനി മീൻ വറുക്കാനുള്ള മസാല തയ്യാറാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല കിടിലം ഫിഷ് ഫ്രൈ തന്നെ നമുക്ക് കിട്ടും. എന്താണെങ്കിലും നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാമേ. ഞാനിവിടെ കുറച്ച് മീൻ വറുക്കാനായിട്ടുള്ളതാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ബാക്കി ഞാൻ കറി വെക്കുക ചെയ്തത്. അപ്പം ഒരു നേരത്തേക്ക് വറുക്കാനുള്ള മീൻ മാത്രമേ ഫ്രൈ ചെയ്യാനായിട്ട് എടുത്തുള്ളൂ. ഇനി നമുക്ക് പൊടികൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഇതിനായിട്ട് മുളക് പൊടി 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടിയും പെരുംജീരകം പൊടിച്ചതും പിന്നെ കുരുമുളകും ഓരോ ടീസ്പൂൺ വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് ചെറിയുള്ളി ഒരു 2-3 വേണം. കുറച്ച് മീനല്ലേ ഉള്ളൂ. അപ്പം നിങ്ങൾ മീൻ എടുക്കുന്ന മീനിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ അതിനനുസരിച്ച് കുറച്ചും കൂടെ കൂടുതൽ ചേർക്കാം. ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ കൂടുതൽ ചേർത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും. അപ്പം ഞാനിവിടെ ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഇഞ്ചി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ചെറിയൊരു പച്ചമുളകും എടുത്തിട്ടുണ്ട്. പിന്നെ മസാലയിലേക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് തന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ഉപ്പ് വേണം, പിന്നെ ഒരു ചെറിയൊരു ടീസ്പൂൺ വിനാഗിരി വേണം, പിന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ വേണം. പിന്നെ മസാല അരയ്ക്കാനായിട്ട് ആവശ്യമുള്ള വെള്ളവും കൂടെ വേണം. ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാറിലാണ് ഇത് മസാല അരച്ചെടുക്കുന്നത്. അതിലേക്ക് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ വെളുത്തുള്ളിയും ചെറിയുള്ളിയും പിന്നെ പച്ചമുളകും ഇതെല്ലാം ചെറിയായിട്ട് മുറിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികളില്ലേ, മുളക് പൊടിയും കുരുമുളകും പെരുംജീരകം പൊടിച്ചതും പിന്നെ മഞ്ഞൾപ്പൊടിയും ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മീൻ വറുക്കാനായിട്ട് എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഒരിത്തിരി വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് ഇത് അരയാനും മാത്രം ആവശ്യമുള്ള വെള്ളവും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. ഇത് ഇപ്പം നമ്മുടെ മീനിലേക്ക് ചേർക്കാനുള്ള മസാല ഇവിടെ റെഡിയായി നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ കഷ്ണങ്ങളിലേക്ക് ചേർത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് ഒരു 20 മിനിറ്റെങ്കിലും മാറ്റി വെക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിപ്പോൾ ഫ്രിഡ്ജ് വെക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഒരു 20 മിനിറ്റത്തേക്ക് വെച്ചാൽ മതി. അപ്പോഴേക്കും മസാലയ്ക്ക് നന്നായിട്ട് ഇതിലേക്ക് അങ്ങ് പിടിച്ചോളും. എപ്പോഴും അങ്ങനെ നമ്മൾ ഈ വറക്കാനായിട്ടോ അല്ലെങ്കിൽ പൊരിച്ചെടുക്കാനായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ മസാലയിൽ പുരട്ടി വെച്ചിട്ട് ഫ്രിഡ്ജ് വെക്കുമ്പോഴാണ് കുറച്ചും കൂടെ നന്നായിട്ട് മസാല പിടിച്ചിരിക്കുന്നതായിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഞാനിവിടെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചേക്കുമായിരുന്നു മീൻ കേട്ടോ. ഇപ്പോൾ ഫ്രൈ ചെയ്യേണ്ട സമയമായപ്പം അതെടുത്തു. ഇനിയിപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കുക. പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പം മീൻ വറക്കാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ മീൻ വറക്കാനായിട്ട് എടുക്കുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ഈ വെളിച്ചെണ്ണയ്ക്കകത്തോട്ട് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇപ്പം നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. സാധാരണ പോലെ തന്നെ 2 സൈഡും തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് മീനൊക്കെ ഫ്രൈ ചെയ്യാനുണ്ടെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ച് ഈ പാത്രത്തിലേക്ക് തന്നെ ഒറ്റയടിക്കിടരുത്. 2-3 തവണയായിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. തീ എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മീനൊക്കെ വറുത്തെടുക്കാനായിട്ട്. എന്നാലേ മീനൊക്കെ നന്നായിട്ട് വേവത്തുള്ളൂ. പിന്നെ അല്ലെങ്കിൽ നമ്മുടെ മസാല പെട്ടെന്ന് കരിയുകയും ചെയ്യും, മീൻ വേവത്തുമില്ല. അതുകൊണ്ട് അക്കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു സൈഡ് നന്നായിട്ട് മൊരിഞ്ഞ് ഇതായി വന്നതിന് ശേഷം സൈഡ് മറിച്ചിട്ട് കൊടുക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ മീൻ പൊടിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം നല്ലപോലെ ഒരു സൈഡ് ഫ്രൈ ആയതിനു ശേഷം തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഒരു സൈഡൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ സൈഡും കൂടെ തിരിച്ചിട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ മീനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റാം.
നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മീൻ വറുത്തത് ഇവിടെ റെഡിയായി. ഇനി മീൻ വറുക്കാൻ എടുക്കുമ്പോൾ ഇങ്ങനെ ഒരു മസാല ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാനായിട്ട് മറക്കല്ലേ. നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ വേറൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.